ആ മുറ്റത്ത് നിൽക്കുന്ന പനയില്ലേ, അതിന്റെ പിന്നിൽ ജൂതന്മാര് വന്ന് ഒളിച്ചിരിക്കും. ഇവിടത്തെ മുസൽമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഈ മരത്തിന്റെ പിന്നിലും ഈ വൃക്ഷത്തിന്റെ പിന്നിലും ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അന്ന് ഈ പാറകൾ സംസാരിക്കും. എന്റെ വാക്കല്ല, ആകാശത്തിന്റെ മുകളിൽ അർശിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനത്തിന്റെ അധിപനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാതെ ഒരു കാര്യം പറയാത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഇഖ്തബി അൽ യഹൂദിയ മിൻ വറാഇൽ ഹജരി വശജർ, വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും. ഫയഖൂലുൽ ഹജറു വശജറു, ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചു പറയും, യാ അബ്ദുല്ലാഹ് യാ മുസ്ലിം തആൽ ഖൽഫി യഹൂദിയുൻ ഫഖ്തുൽഹു. കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ്. CCTV ക്യാമറ വെക്കണ്ട, ആരാ എവിടെ ഒളിച്ചിരിക്കുന്നത് നോക്കാൻ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ജൂതന്മാര് കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും, എന്റെ പുറകിലടാ യവൻ ഇരിക്കാണ്, വന്നിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും. പ്രകൃതി പോലും ഈ ജൂത പിശാചുക്കൾക്കെതിരാവുന്ന കാലം അല്ലാഹു എത്രയും വേഗം അത് ആജിലാക്കി തരട്ടെ എന്ന് നമുക്ക് ദുആരക്കാം. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഓ, ഇന്ന് സങ്കടപ്പെടുക. ആരാ സങ്കടപ്പെടുന്നത്? അമേരിക്കയുടെ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ, വൈറ്റ് ഹൗസിന്റെ അധിപനായ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ സങ്കടപ്പെടുന്നു. എന്തേ നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ? ഇസ്രായേൽ ജനതയുടെ ജീവന് വിലയുണ്ട്. ഇതാരാ പറയുന്നത്? നാളിതുവരെ കൊല ചെയ്തപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്കപ്പുറത്ത് ഇന്ന് വരെ തിരിച്ചടിക്കാതെ ഇതെല്ലാം കണ്ടും കൊണ്ടും അലിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞ ഒരു സമൂഹത്തിന് തിരിച്ചടിക്കണമെന്ന ഓർമ്മ വന്നപ്പോൾ, തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ കരച്ചു തുടങ്ങി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്. ചില കേന്ദ്രങ്ങളൊക്കെ പൊട്ടിക്കരയുന്ന കണ്ടാൽ ഇത്രയും നാൾ ഇവനൊക്കെ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഏഴംകുളത്തെ ഒരു വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പാല് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ് ഏഴംകുളത്തെ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഏതെങ്കിലും ഒരു കശ്മലൻ, ഏതെങ്കിലും ഒരു കലാപകാരി ആ നിങ്ങളുടെ ഭാര്യയുടെ സ്തനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് തടഞ്ഞിട്ട് പറയുന്നു, കുഞ്ഞിന് പാല് കൊടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഞാനാണെങ്കിൽ മണ്ട അടിച്ച് പൊട്ടിച്ചു കളയും. ഇതല്ലേ ഹമാസിന്റെ ആളുകൾ ചെയ്യുന്നുള്ളൂ. വാപ്പാക്ക് സുഖമില്ലാന്നറിഞ്ഞിട്ട് വാഹനത്തിലെടുത്ത് കിടത്തിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഏനാത്ത് വഴി കൊട്ടാരക്കര വഴി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏഴംകുളത്ത് നിന്ന് വാഹനമെടുക്കുന്ന ആംബുലൻസിനെ വഴിയിൽ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തിയിട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഡോർ തുറന്ന് വെളിയിലിറങ്ങിയിട്ട് അവനെ ഉന്തിത്തള്ളി മാറ്റിക്കിട്ട് നിങ്ങൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകൂലേ? ഇതല്ലേ ചെയ്യുന്നുള്ളൂ ഫലസ്തീനികൾ. അവരിനിയും അനുഭവിക്കണമെന്നാണോ പറയുന്നത്? കണ്ടാൽ ഞാൻ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മക്കളുള്ളവർക്ക് അതിന്റെ വേദന അറിയൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും, അല്ലാഹു സ്വീകരിക്കുന്നില്ലയോ, അല്ലാഹു ഉത്തരം തരുന്നില്ലയോ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ലയോ? ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ഇന്നേ വരെ തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ അബ്ദുള്ളയുടെ തങ്കക്കുടമേ, ലോകത്തുള്ള കോടാന കോടി വിശ്വാസികളുടെ ഹൃദയാന്തരാളങ്ങളിലെ രാജകുമാരാ, അൽ-അമീനെ അസ്-സാദിഖേ റൂഹി ഫിദാ അഹ്മദ് മുജ്തബാ നബിയു സഖലൈനി ഇമാമുൽ മുത്തഖീൻ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറയുകയാണ്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും. ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കും ബിളുഅഫാഇഹിം, ഇവിടെയുള്ള പാവപ്പെട്ട ബലഹീനന്മാരെ കൊണ്ടാ അല്ലാഹു സഹായിക്കുക.
മല്ലന്മാര് ശക്തന്മാരിലൂടെയല്ല അള്ളാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. ഈ സമുദായത്തിലെ ബലഹീനന്മാരിലൂടെയാണ് അള്ളാഹു ഉമ്മത്തിനെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ഈ ബലഹീനന്മാരായ ഈ ഉമ്മത്തുകളെ കൊണ്ട് സഹായിക്കുന്നതെന്നറിയോ? ബിദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ട്, വസലവാതിഹിം, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട്, വഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അള്ളാഹു ദുആ സ്വീകരിക്കുന്നത്. ഈ ഉമ്മത്തിന് സഹായം എന്തുകൊണ്ടാ? ഇവിടത്തെ ഷണ്ഡീകരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, മർദ്ദിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ദുആ കൊണ്ടാ, അവരുടെ നിസ്കാരം കൊണ്ടാ, അവരുടെ ഇഖ്ലാസ് കൊണ്ടാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ പോലും തൊടൂലല്ലോ ഇഖ്ലാസ് ഉള്ളവനെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മലക്ക് എഴുതൂല. കാരണം മലക്കിനറിയാൻ പറ്റില്ല ഇഖ്ലാസ്. ശൈത്താൻ പിഴപ്പിക്കില്ല, കാരണം ശൈത്താൻ അറിയില്ല. ശരീരയിച്ച ഒരിക്കലും ഇഖ്ലാസിനെ മാറ്റിമറിക്കില്ല, കാരണം ബോഡിക്ക് അറിയാൻ പറ്റില്ല, ജഡികേച്ചയ്ക്ക് അറിയാൻ പറ്റില്ല. ശൈത്താന് പോലും പേടിയാണ് മുഖ്ലിസീങ്ങളെ. അള്ളാനെ അറിയേണ്ട വിധം അറിഞ്ഞവനെ. സ്വർഗത്തിന് വേണ്ടി ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല, നരകത്തെ പേടിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നവന്റെ കാര്യമല്ല. പിന്നെയോ ഇഖ്ലാസോടെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഇബാദത്തെടുക്കുന്ന മുഖ്ലിസീങ്ങളെ ശൈത്താന് പോലും പേടിയാ. ഇതെന്റെ വാക്കല്ല, അള്ളാഹുവിനോട് ശൈത്താൻ ആണയിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? ഖാല ഫബിഇസ്സതി സൂറത്ത് സ്വാദ് 82-ാമത്തെ ആയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് നോക്കണേ. ശൈത്താൻ അല്ലാഹുവിനോട് സത്യം ചെയ്യുകയാ. ഖാല ഫബിഇസ്സതിക ലഉഗ്ദിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ടാണ് സത്യം ചെയ്തത് ഇബ്ലീസ്. നിന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം, നിന്റെ ഔന്നത്യത്തെ തന്നെയാണ് സത്യം. ലഉഗ്ദിയന്നഹും. വൈരിക്കുന്ന ഉസ്താദിനറിയാം, ലഉഗ്ദിയന്നഹും രണ്ട് അക്ഷരം കൊണ്ടുവന്നിട്ടാണ് അവിടെ ശക്തമായി പറഞ്ഞത്. ഒന്ന് ആദ്യത്തെ ല, പിന്നെയോ ഉഗ്ദിയന്ന എന്ന് പറയുന്ന മണിക്കുന്ന രണ്ട് നൂനിൽ ഒരു നൂന്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുന്നതിന് പുറമെ അള്ളാഹുവിന്റെ ഇസ്സത്തിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് ശൈത്താൻ പറയുന്നു അജ്മഈൻ, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും, എല്ലെണ്ണത്തിനെ ഞാൻ പഴപ്പിക്കും. ആ സമയം അള്ളാഹു തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? എന്റെ ഏഴംകുളത്തുകാരാ, അള്ളാഹു തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? എടോ ശൈത്താനെ, എടോ പിശാചേ, എടോ റജീമേ, ശപിക്കപ്പെട്ടവരെ, നീ ആണയിട്ട് പറഞ്ഞല്ലോ സർവരെയും പഴപ്പിക്കുമെന്ന്. എന്നാൽ എടോ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസോടെ എനിക്ക് ഇബാദത്തെടുക്കുന്ന എന്റെ ദാസന്മാരെ തൊടാൻ പറ്റൂല. നിനക്ക് തൊടാൻ പറ്റൂല. ഇഖ്ലാസ് ഉള്ളവനെ പഴപ്പിക്കാൻ ഒരു ശൈത്താനും കഴിയൂല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അള്ളാനെ മനസ്സിലാക്കേണ്ടത്, പടച്ചവനെ തിരിച്ചറിയേണ്ടത്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കേണ്ടത് അവന്റെ സംതൃപ്തിക്ക് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടിയാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്തിലേക്ക് പോകുമ്പോ ദുനിയാവിന്റെതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ കാര്യമാണ്, ഇത്രയും പറഞ്ഞ ദുനിയാവിന്റെ ദീനിന്റെ കാര്യം. ഇനി പറയാൻ പോകുന്ന ഏതാ? ആഖിറത്തിന്റെ കാര്യം. അവിടെ എന്തില്ല? ദീനും ഇല്ല, ദുനിയാവും ഇല്ല. ദീനുണ്ടോ? സ്വർഗത്തില് ദീനുണ്ടോ? അവിടെ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടോ? അവിടെ നിസ്കാരം ഉണ്ടോ? അവിടെ നോമ്പുണ്ടോ? ഒന്നുമില്ല. ഞാനിപ്പോ എങ്ങനെ പറയാ? ഇത് ലൈവാ. നാളെ ഈ നിരീശ്വരവാദികൾക്ക് പിന്നെ ഇത് കിട്ടുന്ന നല്ല ഒരു അവരിങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഒന്ന് 10 അക്ഷരം പഠിക്കട്ടെ. അൽഹംദുലില്ലാ. ഒരുത്തി എന്റെ ഒരു സ്ത്രീ, ഞാൻ അവളുടെ പേരൊന്നും പറയുന്നില്ല, പലരും എനിക്ക് ഇങ്ങനെ അതിന്റെ ലിങ്ക് അയച്ചുകൊണ്ടിരിക്കുക. എന്നെപ്പറ്റി ഞാൻ എവിടെ പ്രസംഗിക്കുവോ ആ പ്രസംഗിക്കുന്നതിന്റെ പ്രസക്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ പറ്റി കുറ്റം പറയുന്ന ഒരുത്തി, ഒരു മുസ്ലിം നാമധാരിയാണ്. അവൾ ഇപ്പോ മതം മാറിയിട്ട് അവള് നിരീശ്വരവാദിയായി അവൾ ഇങ്ങനെ കഴിയാൻ. അവൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഈ പണ്ട് കഅബാലത്തിൽ കയറി ഒരുത്ത മൂത്രമൊഴിച്ചു. കഅബയിൽ കയറി മൂത്രമൊഴിച്ചപ്പോ ആളുകൾ വടിയും തടിയുമായിട്ട് ഓടിക്കൂടി.
അപ്പൊ ഇയാൾ ഒഴിച്ച ആള് പറഞ്ഞു, നിങ്ങൾ എന്നെ അടിച്ചോ, പക്ഷെ ഞാൻ എന്തിന് മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് അടിക്കാറെന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ ചോദിച്ചു, നീ എന്തിനാടാ കഅബയിൽ മൂത്രമൊഴിച്ചത്? അപ്പൊ അയാള് പറയാ, ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നല്ലത് വല്ലതും ചെയ്യണം, അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഏറ്റവും വലിയ തോന്നിയാസം കാണിച്ചാൽ ലോകത്ത് അറിയപ്പെടാൻ പറ്റും. അതാണ് ഞാനിപ്പോ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ കഅബയിൽ മൂത്രം ഒഴിച്ചത് ലോകത്ത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഇവരെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് അവൾ അങ്ങനെ പറഞ്ഞില്ലേ, അവക്ക് ഇതാണ് മറുപടി എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളിലേക്ക് അതെന്തായിരിക്കും അവള് പറഞ്ഞത്, ഉടനെ അവളെ പേരടിച്ചു നോക്കിയിട്ട് യൂട്യൂബ് കയറിയിട്ട് അവളുടെ ആ പറഞ്ഞത് കേൾക്കുക. അപ്പൊ അവക്ക് റീച്ച് കൂടിയിട്ട് അവക്ക് ശാപ്പാടടിക്കാം, അവക്ക് ആഹാരം കഴിക്കാം. അങ്ങനെ നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി, നീ പണിയെടുത്ത് ജീവിച്ചാൽ മതി. നെതർലാൻഡിൽ ഒരു വൃത്തികെട്ടവൻ ഇരിപ്പുണ്ട്, ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ നബിദിന സമ്മേളനമാണ്. നബിദിനം കഴിഞ്ഞുവെങ്കിലും നബിദിനത്തിന്റെ ആ സമ്മേളനം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഡേറ്റിന്റെ വിഷയത്തിൽ 2 മേഖലകൾ കൂടി ഒരുമിച്ച് ഭരണിക്കാവിൽ നടത്തുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നബിദിന മഹാസമ്മേളനവും. നബിദിനം കഴിഞ്ഞെങ്കിലും നബിദിനത്തിന്റെ പ്രസക്തി തീരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയൊരു പരിപാടിയാണ്. അവിടെ ആക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. ഒരു മഹല്ലാകുമ്പോ പറയുന്നതിന് പരിമിതിയുണ്ട്. നെതർലാൻഡിൽ അടച്ചിട്ട ഒരു മുറിക്കകത്തിരുന്ന്, അടച്ചിട്ട കണ്ണാടി കൂട്ടിനകത്ത് ഇരുന്നിട്ട് അഷ്റഫുൽ ഖൽക്കിനെ പറ്റി ഇങ്ങനെ മോശം പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നത് കേട്ടാൽ കൈയില്ലാത്തവന് കൈവച്ചിട്ട് അവനെ അടിക്കാൻ തോന്നും. കാരണം ഇത് രാജ്യം വേറെയല്ലേ, ഈ രാജ്യത്ത് എന്തു ആവോലെ ആർക്കും ആരെയും പറയാലോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽക്കിനെയും ആരംഭപൂവായ പ്രവാചകന്റെ പ്രിയ പത്നിമാരെയും പറയുന്ന ഒരുത്തനും നല്ലതുപോലെ മരിച്ചു പോയിട്ടില്ല. അവനൊക്കെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടേ പോയിട്ടുള്ളൂ. ഇന്നലകളുടെ ചരിത്രം അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിന്റെ കാര്യം ഞാൻ പറയാം. ദുനിയാവും ദീനും ദുനിയാവും ഒക്കെ ഇവിടെ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, പിന്നെ അങ്ങോട്ട് ഹജ്ജിനും പോകണ്ട, ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ചെയ്യാം. അള്ളാഹുയെ കുറച്ച് കള്ള് കുടിക്കണം. അവിടെ ഉണ്ട് ഖുർആനിൽ എത്ര ആയത്തുകളാ. നീ എവരൊക്കെ അത് പറയുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഖുർആന്റെ ആയത്തിന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലടോ, കള്ളാറുണ്ടടോ. ഇവിടെ കള്ളു കുടിക്കാത്തവൻ അള്ള കള്ളു കൊടുക്കും, ഇവിടെ പട്ട് ധരിക്കാത്തവൻ അള്ളാഹു അവിടെ പട്ട് കൊടുക്കും, ഇവിടെ സ്വർണം ധരിക്കാത്ത ആണുങ്ങൾക്ക് അവിടെ അള്ള സ്വർണം കൊടുക്കും. അതിൽ ഒരു സംശയവും ഇല്ല. അത് ഞങ്ങളുടെ വിശ്വാസമാണ്, അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ ദുനിയാവിന്റെയും ദീനിന്റെയും കാര്യം ഇഖ്ലാസിന്റെ വിഷയത്തിൽ, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള വിഷയത്തിൽ ഇതാണ് എങ്കിൽ ഇനി നിങ്ങൾ ആഖിറത്തിലേക്ക് വരൂ. അള്ളാഹുവിന്റെ അനന്തമായ അവസാന ലോകം ആഖിറമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്, യൗമൽ ഖിയാമത്തിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയെന്നറിയോ? ഈ ഏഴംകുളത്തെന്നെ കേൾക്കുന്ന ഒരാളെ പോലും അല്ലാഹു വിടില്ല കേട്ടോ. എങ്ങനെയാണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നതെന്നറിയോ? 3 രീതിയിലാണ്. ഒന്നാമതായിട്ട് റസൂല് പറയുന്നു, വല്ലാത്ത വിശപ്പായിട്ടാണ് പരലോകത്ത് നമ്മൾ വരിക. എന്ത് വിശപ്പാ നമുക്ക്! ആ വിശപ്പോടുകൂടി പരലോകത്ത് നമ്മൾ എത്തപ്പെടുകയാ. ദാഹമാണ്, പൈദാഹമടക്കാൻ വെള്ളം കിട്ടാൻ, ഒരു തുള്ളി ജലപാനം ചെയ്യണമെന്ന മോഹമാണ് കൽബിൽ വരുന്നത്. ദാഹിച്ച് പരവശരായി വിഷം നൊട്ടിയ വയറുമായിട്ട് പരലോകത്ത് വരുമ്പോൾ ഒരു നൂൽബന്ധം പോലെ കാണൂല, ഒരു നൂൽബന്ധം പോലും ഉണ്ടാവൂല. പിറന്നത് എങ്ങനാണോ അങ്ങനെയാണ് പരലോകത്ത് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫമൻ അത്അമലില്ലാ, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അല്ലാഹുവിന് വേണ്ടി ആരാണോ ഇവിടെ ഭക്ഷണം കൊടുത്തത്, അശ്ബഅഹുല്ലാഹ്, അല്ലാഹു അവരെ വയറ് നിറപ്പിക്കുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അണ്ടർലൈൻ കൊടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ആരെല്ലാരും ആഖിറത്തിൽ വരുന്ന
വരുന്നത് വിശന്നിട്ടാണ് വരുന്നത്. അങ്ങനെ വിശന്ന് വരുന്ന എല്ലാവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കൂല. ആ പരലോകത്ത് ഒരു ചാൺമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ആർക്കാണല്ല ഭക്ഷണം കൊടുക്കുന്നതെന്നറിയോ? ഈ ഭൂമിയിൽ വെച്ച് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണോ? അത് പേരിന് വേണ്ടിയിട്ടല്ല. 1 കിലോ പഞ്ചസാരയും 2 കിലോ പച്ചരിയും 250 ചായപ്പൊടിയും 1 കിലോ സവാളയും 1/2 കിലോ കൊച്ചുള്ളിയും 2.5 കിലോ 250 വെളുത്തുള്ളിയും കൊടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ്, ഞാനിങ്ങനെ ഒരുപാട് കൊടുക്കുന്നവനാണെന്ന് കാണിക്കുന്നവനെ, നിനക്ക് ആഖിറത്തിൽ ഭക്ഷണമല്ല തരൂലടാ. അല്ലാഹു ആഖിറത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? മൻ അത്അമലില്ലാ. ഇവിടെ ആരാണോ ഭക്ഷണം അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലാഹുക്ക് വേണ്ടി കൊടുക്കുന്നത്, സൈനുൽ ആബിദീൻ തങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നുമോൻ ഹുസൈന്, അവരുടെ പൊന്നുമോനാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, അലി ഇബ്നു ഹുസൈൻ എന്നാണ് പേര്. ആ അലി ഇബ്നു ഹുസൈൻ എന്നറിയപ്പെടുന്ന സൈനുൽ ആബിദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ഒരാളും പട്ടിണി കിടക്കൂല. ആരാണ് ഭക്ഷണം കൊണ്ടുവെക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ വീട്ടുമുറ്റത്ത് സുഭിക്ഷമായ ഭക്ഷണം പ്രതീകരിക്കാറുണ്ട്. അത് വാരി വാരി ആവേശത്തോടെ പാവങ്ങൾ തിന്നുമായിരുന്നു. ഇതാരാ കൊണ്ടുവെക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇന്നത്തെ പോലെ CCTV ക്യാമറകളൊന്നുമില്ലല്ലോ. ആ സമയത്ത് സഹോദരാ, ഈ ഭക്ഷണം കൊണ്ടുവെച്ചതെന്ന് ആരും അറിയുന്നില്ല. പക്ഷേ സൈനുൽ ആബിദീൻ തങ്ങൾ മരിച്ചു. മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ പാവങ്ങൾക്ക് ഭക്ഷണമില്ല. അപ്പോഴാണ് അറിയുന്നത്, റബ്ബേ, ഇന്നലെ വരെയും പാവപ്പെട്ടവന്റെ വീട്ടുമുറ്റത്ത് ഭക്ഷണം വെച്ചത് സൈനുൽ ആബിദീൻ തങ്ങളാണോ? മരണപ്പെട്ട് മയ്യത്ത് കെട്ടിൽ കിടക്കുമ്പോ കുളിപ്പിച്ചവര് പറയാ, സൈനുൽ ആബിദീൻ തങ്ങളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ ആ കുളിപ്പിക്കുന്നവര് കണ്ടുവത്രേ, ഈ 2 തോളിന്റെ ഭാഗത്ത് കറുത്ത കായ്പാണ്, പാടാണ്, അടയാളമാണ്. എന്തുകൊണ്ടാണ്? വർഷങ്ങളോളം ഭക്ഷണം ചുമന്ന് കൊണ്ട് നടന്നതിന്റെ പാടാണ്. ശരീരത്തിന്റെ തോളിന്റെ ഷോൾഡറിന്റെ ഭാഗത്ത് സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്തത് ലോകം അറിഞ്ഞില്ല. 1 കിലോ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് 100 പേരെ വിളിച്ചു കൂട്ടിയിട്ട് 1000ങ്ങളുടെ മൊബൈലിൽ പിടിച്ചിട്ട് 10,000 പേര് ഷെയർ ചെയ്ത് 1 ലക്ഷം കമന്റുകൾ വന്നിട്ട് എന്തിനാണ് ചാരിറ്റി നടത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്നത് ആരും അറിയണ്ട, അല്ലാഹുക്ക് വേണ്ടിയാകണം. ആ പടച്ചവന് വേണ്ടി ആര് ഭൂമി ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? അഷ്റഫുൽ ഖൽഖ് പറയുന്നു, അഷ്ബഅഹുല്ലാഹ്. ആഖിറത്തിൽ വിശന്നു വരുന്നവൻ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ.